എടാ മക്കളെ, ഞങ്ങൾ ഈ വീടിനകമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ വിളമ്പുന്നതിന്റെ കാര്യമൊക്കെ നോക്കിക്കോണേ. ഇതേ ഞങ്ങളുടെ മോന്റെ വീടാ. ആണോ? എന്നിട്ട് എന്താ അത് ഞങ്ങളോട് മുന്നേ പറയാത്തെ? അത് വേറൊന്നും കൊണ്ടല്ല. ഞങ്ങൾ അറിഞ്ഞില്ല, ഇന്നിവിടെ വന്നപ്പോഴാ ഞങ്ങൾ അറിഞ്ഞത് എന്നൊക്കെയല്ലേ പറയാൻ പോന്നെ. പിന്നെ മോന്റെ വീടിന്റെ പാലുകാച്ചിന്റെ കാര്യം അച്ഛനെ അറിയിക്കാതിരിക്കൂ? അല്ല, പ്രകാശനെ അറിയിച്ചിരുന്നു. എന്നാലും വേണ്ട, ഒന്നും പറയണ്ട. ഞങ്ങൾക്ക് ഇതിന്റെ ട്രീറ്റ് കിട്ടിയേ മതിയാവും. ഇനി ഇവര് തിരികെ വന്നിട്ട് വേണ്ടേ ട്രീറ്റ് തരാൻ? ഇന്നു മുതൽ ഈ വീട്ടിലാകും ഇവര് താമസം. ഇത്രയും വലിയ വീട്ടില് ഏതായാലും ഒരു മുറി അച്ഛനും അമ്മയ്ക്കും ആവും. എന്നാൽ ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. വളരെ ബുദ്ധിപരമായി തന്നെയാ പ്രകാശം വീട് കെട്ടിയിരിക്കുന്നത്. സ്ഥലങ്ങളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ അറിവ് വെച്ച് നോക്കുമ്പോ വാസ്തുവൊക്കെ കറക്റ്റാ. നീ അടുക്കള കണ്ടോ? ശരിക്കും അഗ്നികോണിലാ അത് വന്നിരിക്കുന്നത്. മാധവേട്ട, ഇന്ന് നമ്മളിവിടെ വന്നില്ലായിരുന്നെങ്കിൽ വലിയ സങ്കടമായി പോയേനെ. എന്റെ മനസ്സ് നിറഞ്ഞു. ഈശ്വര. അയ്യോ ചന്ദ്രിയാമ്മേ, മാധവേട്ടാ, അയ്യോ സന്തോഷായി. നിങ്ങൾ വന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു ഞാൻ. പാല് കാച്ചാൻ ഇതുവരെ തീ കത്തിച്ചിട്ടില്ല. അതിനു മുമ്പ് കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. വാ ചന്ദ്രിയാമ്മേ, ചന്ദ്രിയാമ്മ തന്നെ പാല് കാച്ച് കർമ്മം നടത്തണം. അല്ല, ഇവരൊക്കെ ആരാ? തിരുമേനിക്കറിയില്ലേ? ഇതാണ് പ്രകാശന്റെ അമ്മയും അച്ഛനും. ഓ, ഇത് മാധവേട്ടൻ, ഇത് ചന്ദ്രികാമ്മ. പ്രകാശിന്റെ അച്ഛനും അമ്മയാണല്ലേ? നമസ്കാരം. നമസ്കാരം. അല്ല, നിങ്ങളെന്താ ഈ കാറ്ററിംഗുകാരുടെ വേഷത്തിൽ? ആ, പ്രകാശനും സുചിത്രയും മുന്നോട്ട് വരിക. വാ. ഇനി രണ്ടാളും കൂടെ കലത്തിലോട്ട് ഈ പാലൊഴിക്കുക. ശ്രീ ഗണേശ ഭാഗ്യവാൻ. ആ, ജഗദമ്മ വരൂ. ആ, ഇനി അത്യാദരപൂർവ്വം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് അടുപ്പിലേക്ക് അഗ്നി പകർന്നോളൂ. വീട് വിട്ടിറങ്ങിയ ഞങ്ങളെ മരിക്കാൻ ദൈവം അനുവദിച്ചില്ല. ജീവിച്ചു തീർക്കാൻ ആയുസ്സും ചെയ്തു തീർക്കാൻ കുറെ കർത്തവ്യങ്ങളും ബാക്കിയുള്ളപ്പോ ആർക്കും മരണം വരിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല മോളെ. ജീവൻ നിലനിർത്താൻ ദൈവം ഞങ്ങൾക്ക് വെച്ച് നീട്ടിയത് ഒരു ക്ഷേത്രത്തിലെ നിവേദ്യച്ചോറായിരുന്നു. ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവോ കൂടിക്കാഴ്ചയോ ഞങ്ങൾ ആഗ്രഹിച്ചതുമല്ല. പക്ഷേ സ്വന്തം മകന്റെ വീട്ടിലെ ചടങ്ങാണെന്ന് ഒരു സൂചന പോലും തരാതെ ദൈവം ഞങ്ങളെ ഇവിടെ തന്നെ കൊണ്ടെത്തിച്ചു. മകന്റെ ആട്ടും തൊപ്പും അവഗണനയും മടുത്തിട്ടായിരുന്നു വീണ്ടും ഒരു ഒളിച്ചോട്ടം. പക്ഷേ ദൈവം വീണ്ടും ഞങ്ങളെ അവന്റെ കാൽ ചുവട്ടിലെത്തിച്ചു. ചവിട്ടി അരച്ച്
പാതാളത്തോളം താഴ്ത്തിക്കെട്ടാൻ. നിങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അച്ഛ. ആശ്വസിപ്പിക്കേണ്ട അച്ഛനമ്മമാര് തന്നെ ആശ്രയം വിട്ടു നിൽക്കുമ്പോ മകളായി ഞാൻ എന്ത് പറയണം? ഇനി അച്ഛമ്മയുടെ കാര്യം. ഇപ്പോ ഞാനും ജഗനും അച്ഛമ്മയെ നോക്കുന്നത്. ഞങ്ങളുടെ സംരക്ഷണത്തിലാ ഇപ്പൊ അച്ഛമ്മ. അച്ഛനും അമ്മേനെ എങ്ങോട്ടും പോകുന്നില്ല. ഞാനോ ജഗനോ നിങ്ങൾ ഒരിക്കലും ഇറക്കി വിടില്ല. നമ്മൾ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകുന്നു. എന്താ അച്ഛനും അമ്മയും ഒന്നും മിണ്ടാത്തെ? അടുപ്പിൽ തീ കത്തിച്ചിട്ട് നേരം കുറെ ആയില്ലേ? പാൽ ഇതുവരെ തിളച്ചു പൊങ്ങാത്തതാണ് തിരുമേനി. പാല് തിളച്ചു തൂവുകയാണ്, പാല് കാച്ചാവും. അമ്മായിയമ്മയല്ലേ അടുപ്പ് കത്തിച്ചത്, അതുകൊണ്ടാണോ? പാല് തിളച്ചു പൊങ്ങാത്തത് ഐശ്വര്യക്കേടാ.